പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? ആ പ്രവാചകനെ പാട്ടുപാടി പുകഴ്ത്തിക്കൊണ്ടാണോ? ആ പ്രവാചകന്റെ ജന്മദിനമെന്ന് ഏതാണെന്ന് പോലും ചരിത്രകാരന്മാർക്ക് ഉറപ്പില്ലാത്ത ഒരു ദിവസം പായസം വെച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ റോട്ടിൽ പ്രകടനം നടത്തിക്കൊണ്ടാണോ സഹോദരങ്ങളെ ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം, എന്നെ പിൻപറ്റണം എന്നാണ്. ആ പ്രവാചകനെ പിൻപറ്റുമ്പോഴാണ്, ആ പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ പാലിക്കുമ്പോൾ ആ പ്രവാചകൻ എങ്ങനെയാണ് നമസ്കരിച്ചത് അല്ലേ? നമുക്ക് പ്രവാചകന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ, ഇബാദത്തുകൾ പരിശോധിച്ചാൽ, ആരാധനകൾ പരിശോധിച്ചാൽ, ആ പ്രവാചകന്റെ രാത്രി നമസ്കാരം, ആ പ്രവാചകന്റെ ജീവിതത്തിലെ ദിക്റുകൾ, ദുആകൾ, ആ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, ആ പ്രവാചകൻ ചെയ്ത ഇബാദത്തുകളൊക്കെ സഹോദരങ്ങളെ മാതൃകയായി അവശേഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രവാചകനെ അനുധാവനം ചെയ്യുന്നതിലൂടെയാണ്, ആ പ്രവാചകനെ അനുസരിക്കുന്നതിലൂടെയാണ്, ജീവിതത്തിന്റെ സകല മേഖലകളിലും ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റുന്നതിലൂടെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ തെളിയിക്കേണ്ടത്.